Divisional Accountant Officer, Important Question Discussion, Chapter 10, Part 2, Final Accounts of Double Account System. Final Account of Double Account System ആണ് ഇന്നത്തെ പോർഷനിൽ നമ്മൾ നോക്കുന്നത്. അതിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ അക്കൗണ്ട് ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. എന്താണ് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റവും ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഇന്നത്തെ പോർഷനിൽ നോക്കുന്നത്. ഫസ്റ്റ്, സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം. ആനുവൽ അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ആനുവൽ അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. സിംഗിൾ അക്കൗണ്ടിൽ ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉൾപ്പെടുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്തോ ആനുവൽ അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട്, റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? റവന്യൂ അക്കൗണ്ട് വരുന്നുണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട് വരുന്നുണ്ട്, ജനറൽ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നുണ്ട്, ജനറൽ ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട്. അടുത്തത് ഇത്രയും ചേരുന്നതാണ് ഫൈനൽ അക്കൗണ്ട് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിനകത്ത് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിനകത്ത് റെക്കോർഡ് ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഫിക്സഡ് ലയബിലിറ്റി ആർ കെപ്റ്റ് ഓൺ ബാലൻസ് ഷീറ്റ്. അപ്പോൾ എന്താണ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഫിക്സഡ് ലയബിലിറ്റി? ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റിയും ആണ് എവിടെ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഏതിൽ? സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിനകത്താണെങ്കിലോ റെക്കോർഡ് ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഫിക്സഡ് ലയബിലിറ്റി ആർ കെപ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പം അവിടെ ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റിയും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. എവിടെ? ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ. ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റിയും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിനകത്ത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റിനാണ് കൊടുക്കുന്നത്. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ആസ് ദ ഡിഡക്ഷൻ ഫ്രം കൺസേൺഡ് അസറ്റ് ഫ്രം ദ ബാലൻസ് ഷീറ്റ്. അപ്പം സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിനകത്ത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ കൺസേൺഡ് അസറ്റിൽ നിന്ന് ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്താണെങ്കിലോ ദ ഫിക്സഡ് അസറ്റ് ഈസ് ഷോൺ അറ്റ് ഇൻ കോസ്റ്റ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഫണ്ട് ഈസ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്. ഫിക്സഡ് അസറ്റിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുകയും ചെയ്യും. എമൗണ്ട് ഡിപ്രീസിയേഷൻ ഫണ്ടെന്നും പറഞ്ഞ് എവിടെയും കാണിക്കും, ബാലൻസ് ഷീറ്റിലും കാണിക്കും. എങ്ങനെയാണ് ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കാണിക്കുന്നത്? ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റിൽ നമ്മൾ എവിടെ കാണിക്കും? ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കും. പിന്നെ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഫണ്ട് എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ കാണിക്കും. നെക്സ്റ്റ്, സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഇൻട്രസ്റ്റ് ടേക്കൺ ഈസ് ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് എടുക്കുന്ന എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ഏതിൽ? സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിനകത്താണെങ്കിലോ ഇൻട്രസ്റ്റ് ഈസ് ടേക്കൺ ടു നെറ്റ് റവന്യൂ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് എവിടെ കാണിക്കുന്നത്? നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ കാണിക്കുന്നത്. സിംഗിൾ അക്കൗണ്ടിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും. സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് ടു എൻക്ലോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഏതിൽ? സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലാണെങ്കിൽ the objective of preparing balance sheet is two-part. ഏതൊക്കെയാണ്? it gives the details of account of fixed capital raised and its balance sheet, general balance sheet. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ അവിടെ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ടും പിന്നെ എന്താണ്? ബാലൻസ് ഷീറ്റ് ആയിട്ടും. നെക്സ്റ്റ്, സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ there is only one balance sheet is in the form of statement of assets and liabilities. അപ്പോൾ എന്താണ്? ഒറ്റ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താക്കിയാൽ അത് ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വെച്ച് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഒറ്റ ബാലൻസ് ഷീറ്റ്, ഓൺലി വൺ ബാലൻസ് ഷീറ്റ് ഈസ് ഫോം ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിനകത്താണെങ്കിലോ ദ ബാലൻസ് ഷീറ്റ് ഈസ് ടു പാർട്ട്, രണ്ട് പാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും. ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ രണ്ട് പാർട്ടായിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും. നെക്സ്റ്റ്, 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി ഈസ് പ്രിപ്പയർഡ്. അപ്പോൾ ഒരു ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന പബ്ലിക് യൂട്ടിലിറ്റിയിൽ ഫൈനൽ അക്കൗണ്ട് എങ്ങനെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്ന്, റവന്യൂ അക്കൗണ്ട് ഉണ്ട്. രണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട് ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ ആണ്. 4 എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ബാലൻസ് ഷീറ്റ് ആണ്. ജനറൽ ബാലൻസ് ഷീറ്റ് ഒന്നെന്താണ്? റവന്യൂ അക്കൗണ്ട്. രണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട്. ക്യാപിറ്റൽ
ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ റെസീവ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിലടങ്ങിയിരിക്കുന്നത്? ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഫൈനൽ അക്കൗണ്ട് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി ഈസ് പ്രിപ്പയർഡ്. അത് ഏതൊക്കെയാണ്? റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ജനറൽ ബാലൻസ് ഷീറ്റ്. അടുത്ത 12ാമത്തത് റവന്യൂ അക്കൗണ്ട്. എന്താണ് റവന്യൂ അക്കൗണ്ട്? റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സിമിലർ ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? നമുക്കറിയാം റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ റവന്യൂ അക്കൗണ്ട് ഈസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻ റവന്യൂ അക്കൗണ്ട് ഓൾ ഐറ്റംസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ ആർ ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ്. അപ്പോൾ എന്താണ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ എവിടെയാണ് കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓൾ ഇൻകംസ് ആർ ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ഇൻകംസിനെ എവിടെയാണ് കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഈസ് ഡെബിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് മീൻസ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ച് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കും റവന്യൂ അക്കൗണ്ടിൻ്റെ. അപ്പോൾ റവന്യൂ അക്കൗണ്ട് എന്താണ്? റവന്യൂ അക്കൗണ്ട് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓൾ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഷോൺ ഇൻ ഡെബിറ്റ് സൈഡ്. ഡിപ്രീസിയേഷനും ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇൻകംസ് ഒക്കെ എവിടെയാണ് കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. 13 നെറ്റ് റവന്യൂ അക്കൗണ്ട്. എന്താണ് നെറ്റ് റവന്യൂ അക്കൗണ്ട്? നെറ്റ് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായിട്ട് എന്ന് വെച്ചാൽ എല്ലാ ഡിഡക്ഷനും ഗ്രോസിൽ നിന്നും എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നെറ്റ്. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കാണണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ചെയ്യണം. അതിൽ നിന്നും ഇനിയും എന്തെങ്കിലുമൊക്കെ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ടുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് വിത്തിൻ ദ ബാലൻസ് ഓഫ് ദി നെറ്റ് റവന്യൂ അക്കൗണ്ട് ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ നെറ്റ് റവന്യൂ അക്കൗണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്തിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ്? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്ത് പ്രീവിയസ് ഇയറിൻ്റെ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടാണ് ഈ ഇയറിൽ നെറ്റ് റവന്യൂ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു നെറ്റ് റവന്യൂ അക്കൗണ്ട് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് 14 ഈ നെറ്റ് റവന്യൂ അക്കൗണ്ട് ഓൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ആർ എൻറ്റേർഡ് ഇൻ ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആർ എൻറ്റേർഡ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കണം നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ഓൾ ഇൻട്രസ്റ്റ് പെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഓൾ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതൊരു എക്സ്പെൻഡിച്ചറാണ്. സോ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു നെറ്റ് റവന്യൂ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുവാണെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമ്മളത് എവിടെയാണ് കാണിക്കുന്നത്? നമ്മളത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ടാണ് കാണിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിലാണ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് 15 ഇൻ കേസ് ഓഫ് റെയിൽവേ കമ്പനീസ് ഈവൻ ദ റെൻറ്റ് പെയ്ഡ് ഓൺ ലീസ്ഡ് ലൈൻസ് ആൻഡ് റെൻറ്റ് ചാർജ്ഡ് ആൻഡ് ചീഫ് റെൻറ്റ് ദാറ്റ് ഈസ് ദ റെൻറ്റ് പെയ്ഡ് ഓൺ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ആർ എൻറ്റേർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി നെറ്റ് റവന്യൂ അക്കൗണ്ട്. അപ്പോൾ എന്താണ്? ഇൻ കേസ് ഓഫ് റെയിൽവേ കമ്പനീസിൽ എന്താണ് നമ്മുടെ ഈ റെൻറ്റ് പേ ചെയ്യുന്നത്? ലീസിനെടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസിന് നമ്മൾ എന്ത് പേ ചെയ്യണം? റെൻറ്റ് പേ ചെയ്യണം. അപ്പോൾ അതൊക്കെ എവിടെ കാണിക്കുന്നത്? നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പം റെൻറ്റിനെടുത്തിരിക്കുന്ന ഹൗസ് ഹോൾഡ് പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസിന് നമ്മൾ റെൻറ്റ് കൊടുക്കണം. അത് നമ്മൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. 16 ഫോർ നെറ്റ് റവന്യൂ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് all appropriation of profit such as revenue, income tax on profit, interim dividend and final dividend. അപ്പോൾ ഡെബിറ്റ് സൈഡ് നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഏതൊക്കെയാണ്? ഓൾ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് സച്ചസ് റിസർവ്സ്. പ്രോഫിറ്റ് സച്ചസ് എന്തൊക്കെയാണ്? റിസർവ്സ് നീക്കിയിരിപ്പ്, റിസർവ്സ്, ടാക്സ്, ഇൻകം ടാക്സ് ഓൺ പ്രോഫിറ്റിന് കൊടുത്ത ഇൻകം ടാക്സ്, ഇൻട്രീം ഡിവിഡൻഡ്, ഇടക്കാല ഡിവിഡൻഡുകൾ, പിന്നെന്താണ് ഫൈനൽ ഡിവിഡൻഡ്. ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഏതിൻ്റെ? നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്താണ് കാണിക്കുന്നത്? ഗവൺമെൻറ് സബ്സിഡറി സച്ചസ് ഗവൺമെൻറ് ഗ്രാൻസ് ആൻഡ് നോൺ ഗവൺമെൻറ് ലോൺസ്. എന്തൊക്കെയാണ് ഗവൺമെൻറ് സബ്സിഡറീസ്? ഗ്രാൻസ്, ലോൺസ്, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ലോൺസ്, ഗ്രാൻസ്, സബ്സിഡറീസ് ഒക്കെയാണ് നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അടുത്ത 17ാമത്തത് ദ ബാലൻസ് ഓഫ് നെറ്റ് റവന്യൂ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ
ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ ബാലൻസ്, നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ എവിടോട്ടാണ് ഫോർവേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ജനറൽ ബാലൻസ് ഷീറ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി നെറ്റ് റവന്യൂ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു എവിടോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ജനറൽ ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് 19 ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വേറൊരു പേരാണ് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ദീസ് അക്കൗണ്ട് ഈസ് ടു ഷോ ഹൗ മച്ച് ക്യാപിറ്റൽ ഈസ് റേസ്ഡ് ആൻഡ് ഹൗ ദ സെയിം ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ്. അപ്പോൾ എന്താണ് ഹൗ മച്ച് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു, എത്രത്തോളം ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു, അതിൽ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ എന്നാണ് ഇതിന് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വേറൊരു പേരെന്നാണ് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എത്ര ക്യാപിറ്റൽ റേസ് ചെയ്തു, എത്ര ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തു. നെക്സ്റ്റ് 20ാമത്തേത് ജനറൽ ബാലൻസ് ഷീറ്റ് കൺസിസ്റ്റ് ഓഫ്. അപ്പോൾ ഒരു ജനറൽ ബാലൻസ് ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് ഒരു ജനറൽ ബാലൻസ് ഷീറ്റിനകത്ത് ഉൾപ്പെടുന്നത്? ഒന്ന്, ദ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്, കറണ്ട് അസറ്റ്സുകൾ, കറണ്ട് ലയബിലിറ്റികൾ, 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്, കറണ്ട് അസറ്റുകൾ, കറണ്ട് ലയബിലിറ്റീസ്. നെക്സ്റ്റ് 21, ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ജനറൽ ബാലൻസ് ഷീറ്റ് കൺസിസ്റ്റ് വേരിയസ് ഫണ്ട് സച്ച് ആസ് ഡിപ്രീസിയേഷൻ ഫണ്ട്, സിങ്കിങ് ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ എന്താ ഒരു ജനറൽ ബാലൻസ് ഷീറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഡിപ്രീസിയേഷൻ ഫണ്ട്, സിങ്കിങ് ഫണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സിങ്കിങ് ഫണ്ട് എന്താ, ഡിപ്രീസിയേഷൻ ഫണ്ട് എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എന്ത് സൈഡാണ്? ലയബിലിറ്റി സൈഡാണ്. സോ ഡിപ്രീസിയേഷനെയും സിങ്കിങ് ഫണ്ടിനെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടിനെയും നമ്മൾ എന്തായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലയബിലിറ്റീസ് ആയിട്ടാണ്, കറണ്ട് ലയബിലിറ്റീസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ 22, ഓൺ ദ റൈറ്റ് സൈഡ് മീൻസ് അസറ്റ് സൈഡ്, ദ കറണ്ട് ആൻഡ് ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആൻഡ് അതർ ഡെബിറ്റ് ബാലൻസ് ആർ റെക്കോർഡഡ്. അപ്പോൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സുകൾ മീൻസ് ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആൻഡ് ഓൾ അതർ ഡെബിറ്റ് ബാലൻസസ് ആർ റെക്കോർഡഡ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്ലോട്ടിംഗ് അസറ്റ്സുകളും പിന്നെ ഡെബിറ്റ് ബാലൻസ് വരുന്ന എല്ലാ അസറ്റുകളും നമ്മൾ ഏത് സൈഡിലാണ്? റൈറ്റ് ഹാൻഡ് സൈഡായ ബാലൻസ് ഷീറ്റിൽ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. 23, ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി the total expenditure as per capital account is shown on the asset side and the total of receipt is shown in the liability side of the ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ എന്താണ്? ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി, ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആസ് പെർ ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ഷോൺ ഇൻ ദ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഷോൺ ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അസറ്റ് സൈഡിലാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത്. ടോട്ടൽ റെസീപ്റ്റ്സ് ആണെങ്കിലോ ലയബിലിറ്റി സൈഡിൽ, എവിടെ? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. എവിടെയാണ്? ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനികളിലാണ് ഇത് കാണിക്കുന്നത്. ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിയിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആസ് പെർ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോൺ ഇൻ ദ അസറ്റ് സൈഡ്, ടോട്ടൽ റെസീപ്റ്റ്സ് എവിടെയാണ്? ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മെയിനായിട്ട് നോക്കിയത് ഡബിൾ അക്കൗണ്ടിങ്ങിൻ്റെയും സിംഗിൾ അക്കൗണ്ടിങ്ങിൻ്റെയും ഡിഫറൻസ് ആണ്. ഡബിൾ അക്കൗണ്ടിങ്ങും സിംഗിൾ അക്കൗണ്ടിങ്ങിൻ്റെയും ഡിഫറൻസ് നോക്കി. പിന്നെ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഏതൊക്കെ അക്കൗണ്ട്സുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്? റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പിന്നെ ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക്